പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമുക്ക് സെഗ്മെന്റുകൾ തുടങ്ങാം. അപ്പം ആദ്യത്തെ സെഗ്മെന്റിലേക്ക് പോവാണ്, ദൈവമേ കൈത്തൊഴാമിലേക്ക്. നഗരവൽക്കരണത്തിനിടയിലും പ്രകൃതിയെ അതിൻ്റെ സ്വാഭാവിക രൂപത്തിൽ സംരക്ഷിക്കുന്ന ഒരു ഹരിത കേന്ദ്രമുണ്ട് കേട്ടോ കൊച്ചിയിൽ. കളമശ്ശേരി തേവയ്ക്കലിലെ പൊന്നക്കുടം ഭഗവതി ക്ഷേത്രവും അതിനോട് ചേർന്നുള്ള കാവും പ്രകൃതി സംരക്ഷണത്തിൻ്റെ കഥ കൂടിയാണ് പറയുന്നത്. 3 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഈ കാവിൽ അപൂർവ സസ്യജാലങ്ങളും സമ്പന്നമായ ജൈവ വൈവിധ്യവും ഇന്നും അതേപടി നിലനിൽക്കുന്നു. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ ദൈവമേ കൈത്തൊഴാമി. പ്രകൃതിയെ ദൈവമായി കാണുന്ന ഒരിടം, 3 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഒരു ക്ഷേത്രവും അതിനോട് ചേർന്നുള്ള കാവും. തലമുറകൾ കൈമാറിയ ആ സംരക്ഷണമാണ് ഇന്ന് നൂറുകണക്കിന് അപൂർവ സസ്യജാലങ്ങൾക്ക് അഭയമാകുന്നത്. പ്രകൃതി സംരക്ഷണത്തിന്റെ അപൂർവ കഥ പറയുന്ന തേവക്കലിലെ പൊന്നക്കുടം ഭഗവതി ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ അറിയാം. കോൺക്രീറ്റ് കാടുകൾ അതിവേഗം വളരുന്ന നഗരമധ്യത്തിൽ പ്രകൃതിയുടെ തനിമ അതേപടി കാത്തു സൂക്ഷിക്കുന്ന ഒരു ഹരിതദ്വീപ്. തൃക്കാക്കര തേവക്കലിലെ പൊന്നക്കുടം ഭഗവതി ക്ഷേത്രവും അതിനോട് ചേർന്നുള്ള കാവും പ്രദേശത്തിന്റെ ശ്വാസകോശമെന്നാണ് നാട്ടുകാർ വിശേഷിപ്പിക്കുന്നത്. പ്രകൃതിയെ തന്നെ ആരാധിക്കുന്ന ക്ഷേത്രമെന്ന വിശേഷണവും ഈ കാവിനുണ്ട്. നാലേക്കറോളം വിസ്തൃതിയിലാണ് ഈ കാവും ഇവിടുത്തെ ക്ഷേത്രവും വ്യാപിച്ചു കിടക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഉത്സവം വരുന്നത് മീനമാസത്തിലാണ്. മീനമാസത്തിൽ അശ്വതി, ഭരണി, കാർത്തിക 3 നാളുകളിലാണ്. ഇപ്പോൾ ദുർഗ ആയതുകൊണ്ട് കാർത്തിക നാളിനാണ് പ്രാധാന്യം. ഭദ്രകാളിയുള്ള ക്ഷേത്രങ്ങളിൽ ഭരണി നാൾക്ക് പ്രാധാന്യം, കൊടുങ്ങല്ലൂരൊക്കെ ഇല്ലേ, അതുപോലെ ഇവിടെ കാർത്തിക ദിവസമാണ് പ്രാധാന്യം വരുന്നത്. അപ്പോൾ കാർത്തിക ദിവസം ആണ് ഇവിടുത്തെ താലപ്പൊലി മഹോത്സവം. ഒരു കാലത്ത് 100 ഏക്കറിലധികം നെൽപ്പാടങ്ങൾക്ക് ജലസ്രോതസ്സായ ചെറുവനമായാണ് ഇത് രൂപപ്പെട്ടത്. പിന്നീട് കാലം മാറി, ചുറ്റുപാടുകൾ മാറി. എന്നാൽ കാവിന്റെ പ്രകൃതി സ്വഭാവത്തിന് ഇന്നും മാറ്റമുണ്ടായിട്ടില്ല. 600-ലധികം ജനുസുകളിൽപ്പെട്ട സസ്യസമ്പത്താണ് ഈ കാവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും വംശനാശ ഭീഷണി നേരിടുന്നതുമായ അപൂർവ വൃക്ഷങ്ങളും ഇവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. സസ്യജാലങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വള്ളികളും അതൊക്കെ ആയിട്ട് എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള സസ്യജാലങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ ഉള്ളതിൽ ഇപ്പം ഒരു 700-800 സ്പീഷീസ് പ്ലാന്റ്സ് ഉണ്ട് ഇവിടെ, പലതരം. അതിൽ 400ഓളം സ്പീഷീസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇവിടെയുള്ളത് വനദുർഗ സങ്കല്പമാണ്. ഈ വനത്തിനകത്തിരിക്കുന്ന ഒരു ദുർഗാദേവിക്കാണ് വനദുർഗ എന്ന് പറയുന്നത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ 2-3 ഉപദേവതമാരായിട്ടുള്ള പഞ്ചമൂർത്തികൾ, ഇവിടെ കരുനാഗയക്ഷി, അവിടെ വച്ചിരിക്കുന്ന ഒരു കാർണവർ എന്നൊരു സങ്കല്പം. പ്രാർത്ഥനയ്ക്കു മാത്രമല്ല, പഠനത്തിനും ഗവേഷണത്തിനും ഒരുപോലെ പ്രാധാന്യമുള്ള കേന്ദ്രമായി ഈ കാവ് മാറിയിട്ടുണ്ട്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും ഗവേഷകരും ഇവിടുത്തെ ജൈവ വൈവിധ്യം പഠിക്കാനായി എത്താറുണ്ട്. 2002-ൽ സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ആദ്യ കാവ് സംരക്ഷണ പുരസ്കാരവും ഈ കാവിനെ തേടിയെത്തിയിരുന്നു. പൊന്നക്കുടം ഭഗവതി ദേവസ്വം ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് ക്ഷേത്രത്തിന്റെയും കാവിന്റെയും സംരക്ഷണ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത്. തലമുറകൾ കൈമാറിയ ഈ പ്രകൃതി പൈതൃകം അതേപടി നിലനിർത്താനുള്ള ദൗത്യത്തിലാണ് ട്രസ്റ്റ് ഭാരവാഹികൾ. ഒരു കാവ് സംരക്ഷിക്കുമ്പോൾ അതുവഴി സംരക്ഷിക്കപ്പെടുന്നത് ഏതാനും മരങ്ങൾ മാത്രമല്ല, ഒരു നാടിൻ്റെ ജലസ്രോതസ്സും ജൈവ വൈവിധ്യവും പൈതൃകവും കൂടിയാണ്. തലമുറകൾ കൈമാറിയ ഈ സംരക്ഷണ സംസ്കാരം വരും തലമുറയ്ക്കും പാഠമാകട്ടെ എന്ന സന്ദേശം കൂടി പങ്കുവച്ചാണ് പൊന്നക്കുടം ഭഗവതി ക്ഷേത്രവും ഈ കാവും ഇന്നും നിലകൊള്ളുന്നത്. ദൃശ്യങ്ങൾ പകർത്തിയ അഫ്സൽ രാജിനൊപ്പം അബ്ദുൾ റഹീം, ന്യൂസ് മലയാളം, കൊച്ചി.